ആറളത്തെ ആധി ഒഴിയുന്നില്ല, അവിടെ ജീവൻ പൊലിഞ്ഞതിന്റെ ആശങ്കയും മാറുന്നില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രമായ ആറളം ഫാമിനെ മറയാക്കി നടക്കുന്നത് കോടികളുടെ അഴിമതിയാണ്. 80 കോടിയിലേറെ രൂപയുടെ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 22 കെട്ടിടങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് 6 വർഷം പൂർത്തിയായിട്ടും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. അതാത് വകുപ്പിനെ അറിയിക്കാതെ നിർമ്മാണത്തിലൂടെ ഫണ്ട് തട്ടാനുള്ള മാർഗം മാത്രമായിരുന്നു ഇതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓൺ. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രമാണ് ആറളം ഫാം. ആറളം ഫാമിനെ മറയാക്കി കോടികളുടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ്. അതിലേറ്റവും പ്രധാനമാണ് ഇതുവരെയും തുറന്നു കൊടുക്കാത്ത ഒരാവശ്യവുമില്ലാത്ത കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നുള്ള ആരോപണം. നബാർഡ് പദ്ധതിയിലെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് 22 കെട്ടിടങ്ങളാണ് ഫാമിൽ വിവിധയിടങ്ങളിലായി പണിത് നൽകിയിരിക്കുന്നത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും ഒരു കെട്ടിടം പോലും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. 2016 നബാർഡ് ആറളം ഫാമിന്റെ സമഗ്ര പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി 164 കോടിയുടെ പ്രൊജക്ട് തയ്യാറാക്കി. ആദ്യഘട്ടമെന്ന രീതിയിൽ 38 കോടി രൂപയും പിന്നീട് 42 കോടി രൂപയും അനുവദിച്ചു. മാവേലി സ്റ്റോർ, കമ്മ്യൂണിറ്റി ഹാൾ, അങ്കണവാടികൾ തുടങ്ങി 22 കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ പണിയാനാണ് ഈ തുക ഉപയോഗിച്ചത്. 2019 പണി പൂർത്തിയായിട്ടും 5 വർഷം കാട് കയറി കിടന്നതിന് ശേഷമാണ് 2024 ഈ 22 കെട്ടിടങ്ങളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്നും തുറന്നു കൊടുത്തിട്ടില്ലാത്ത ഈ 22 കെട്ടിടങ്ങളുടെയും അവസ്ഥ അന്വേഷിച്ച് റിപ്പോർട്ടർ നടത്തുന്ന യാത്ര. ൽ ഫണ്ട് അനുവദിച്ച് 2019 പണി പൂർത്തിയാക്കി. പിന്നെയും 5 വർഷങ്ങൾ കാത്തിരുന്ന് 2024 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 22 കെട്ടിടങ്ങളിൽ ഒന്നാണിത്, സാംസ്കാരിക നിലയം. ഇത്തരത്തിൽ 5 സാംസ്കാരിക നിലയങ്ങളാണ് ആറളം ഫാമിൽ കഴിഞ്ഞ 6 വർഷമായി വെള്ളാനകളെപ്പോലെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. 22 കെട്ടിടങ്ങളിൽ മാവേലി സ്റ്റോറിനായി പണിത കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഇത്തരത്തിൽ 3 കെട്ടിടങ്ങളാണ് ആറളം ഫാമിൽ ഇങ്ങനെ നോക്കുകുത്തിയായി കഴിഞ്ഞ 6 വർഷമായിട്ട് കിടക്കുന്നത്. ഇനിയുമുണ്ട് വെറുതെ ഇട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ. കൃഷിഭവനും വെറ്റിനറി ഡിസ്പെൻസറിയും LP സ്കൂൾ ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സും ഹയർ സെക്കൻഡറി സ്കൂളും ആയുർവേദ ഡിസ്പെൻസറിയും മിൽക്ക് സൊസൈറ്റിയും 1 വീതം, 2 LP സ്കൂൾ കെട്ടിടങ്ങൾ, 3 അങ്കണവാടി കെട്ടിടങ്ങൾ. മൃഗാസ്പത്രി പ്രവർത്തിക്കുന്നതിന്, കൃഷിഭവൻ പ്രവർത്തിക്കുന്നതിന്, വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നതിന്, മാവേലി സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അഭിപ്രായ പ്രകാരം പണിത കെട്ടിടങ്ങളല്ല. മൃഗാസ്പത്രി ഏറ്റെടുത്താൽ ഇവിടെ സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റാഫ് പാറ്റാണ് അവർക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരത് ഏറ്റെടുക്കുന്നില്ല. മാവേലി സ്റ്റോർ ഏറ്റെടുത്താൽ അവിടെ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കണം, അവിടുത്തെ ജീവനക്കാരെ വെക്കണം, അതിന് അവർ തയ്യാറാകും. അപ്പോൾ അതുകൊണ്ട് കോടാനുകോടി രൂപയുടെ കെട്ടിടങ്ങൾ പണിതത് അനാഥമായി കിടക്കുന്നു. പൂർത്തീകരിച്ച കെട്ടിടങ്ങൾ അതാത് വകുപ്പിന് കൈമാറാത്തതാണ് ഇവിടെ വെല്ലുവിളിയായിരിക്കുന്നത്. സ്കൂൾ കെട്ടിടം തയ്യാറായത് വിദ്യാഭ്യാസ വകുപ്പും ഹെൽത്ത് സെന്റർ തുടങ്ങിയത് ആരോഗ്യ വകുപ്പും മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് അതാത് വകുപ്പുകളും അറിഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ആർക്കും ഉപകാരമില്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്തിനാണിങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.